ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെമ്മാട് പോവുകയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററുണ്ട്, അതേപോലെ തന്നെ എൻ്റെ അനിയനുണ്ട്, അതേപോലെ തന്നെ പാപ്പനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇന്ന് ചെമ്മാട് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പോൾ എൻ്റെ കസിൻസും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും പാടെ ഒരു ദിവസം കറങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് ഇടാൻ വേണ്ടി ടൈം കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോയ വ്ളോഗാണ് കേട്ടോ അത്. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ പാപ്പന് ചെമ്മാട് ഒരു ഷോപ്പുണ്ട് കേട്ടോ, ഗീതം ഡാൻസ് ആൻഡ് മ്യൂസിക് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. അപ്പോൾ പാപ്പൻ ഡെയിലി ഷോപ്പിൽ പോവും. അപ്പോൾ ഞങ്ങളും ഒരു ദിവസം ചാടി പുറപ്പെട്ടു, എന്നാൽ ഞങ്ങളും ഉണ്ട്, നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് അടിച്ച് പൊളിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ എന്തായാലും ഷോപ്പിൽ പോകണം. അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ കയറി തിരിച്ചു വന്നിട്ട് നൈറ്റ് ആകുമ്പോഴേക്കും തന്നെയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ചെറിയൊരു മെമ്മറീസ് പോലെയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വ്ളോഗ് എടുത്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ഒരു 11-11:15 ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതിയിട്ട് ജ്യൂസി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മാംഗോ ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പാപ്പന് ഷുഗർ ഇല്ലാത്തതും ബാക്കി എല്ലാവർക്കും ഷുഗർ ആഡ് ചെയ്തിട്ടുമായിട്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞാനിവിടെ ഇരുന്ന് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ജ്യൂസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പാപ്പനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം നമുക്ക് ജ്യൂസൊക്കെ കിട്ടി. അപ്പോൾ അതും കുടിച്ച് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പോയത്, ബാക്കി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തത്. ശേഷം നമ്മൾ കുറേ നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ച ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടാണ്. അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡും കഴിച്ച് പായസവും കഴിച്ച് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെമ്മാടുള്ള ഗീതം ഡാൻസ് ആൻഡ് മ്യൂസിക് കളക്ഷൻസ്. അവിടെ ഇതേ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഡ്രസ്സും ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ടു ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആക്ട് ചെയ്തിരിക്കുന്ന 2 പെയ്ഡ് ആക്ടേഴ്സാണ് ഗൈസ്, എൻ്റെ അനിയനും അനിയത്തിയും. അപ്പോൾ ഇതാണ് എൻട്രൻസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ, ഓർണമെൻറ്റ്സും ജ്വല്ലറീസും അതേപോലെ തന്നെ ഓരോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഓർണമെൻറ്റ്സിൻ്റെ ഓരോന്നിങ്ങനെ നെക്ക് പീസുകളൊക്കെ ഇങ്ങനെ ഇതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഡാൻസ് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാനും പഠിക്കാനൊക്കെയുള്ള ആ ഒരു ഹാള് പോലെ വരുന്നത്. പിന്നെ അതേ കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു വാൾസിൽ കംപ്ലീറ്റ് ആയിട്ട് ഡാൻസിൻ്റെ മുദ്രാസില്ലേ, അതാണ് ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കംപ്ലീറ്റ് വേറെ എല്ലാ തരത്തിലുള്ള ഡാൻസ് ഗ്രൂപ്പ് ഐറ്റംസിനും അല്ലാതെ സിംഗിളായിട്ടുള്ള എല്ലാത്തിൻ്റെയും കോസ്റ്റ്യൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത്തിരി നേരം ഞങ്ങൾ ലുഡോ കളിച്ചു, കുറേ നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കടയൊക്കെ പൂട്ടി ഒരു അറൗണ്ട് ഒരു 6:30 and 7 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ചിക്ക് ബുള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ബ്രോസ്റ്റ് കഴിച്ചു. അങ്ങനെ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എത്തിയതാണ് സൈൻ കഫേ കേട്ടോ. അപ്പോൾ ആ ഒരു കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പിസ്താഷ്യോ ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ഫസ്റ്റ് ടൈം ആയിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അവിടെ കാണാനും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു അസ്തറ്റിക് വൈബ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ ഏറ്റവും മുകളിൽ പോയിട്ടായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിന് ശേഷം എന്താ പറയുക, ഞങ്ങൾ താഴെ വന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു. പിന്നെ സ്ട്രെയിറ്റ് ഹോം, വീട്ടിലേക്കായിരുന്നു കേട്ടോ പിന്നെ യാത്ര. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു കറങ്ങൽ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.